CPM-ന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ കൂടുതൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ CPM തിരിഞ്ഞു നിന്നിട്ടൊന്ന് കണ്ണുരുട്ടിയാൽ താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് മതി ഈ പിന്നാലെ നടന്ന് തോണ്ടൽ. ഞാൻ ആദ്യം പറയുന്നില്ല, ഞങ്ങൾ ആരമേലിയും കുതിര കയറാൻ പോവില്ല, ആരെയും കയ്യേറ്റം ചെയ്യാനും ഞങ്ങളില്ല. നിങ്ങൾ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും അത് സുധാകരനല്ല, സതീശനല്ല, ആര് വന്നിട്ട് പ്രകോപനം ഉണ്ടാക്കിയാലും ഞങ്ങളൊന്നും ചെയ്യില്ല. പക്ഷേ ഞങ്ങളെ ഇങ്ങോട്ട് വന്നിട്ട് തോണ്ടി കയ്യേറ്റം ചെയ്താൽ ഞങ്ങൾ പ്രതിരോധിക്കും, തടയും. കാരണം തലക്ക് കൊള്ളാതിരിക്കാൻ, കഴുത്തിനും നെഞ്ചത്തും അടിയേൽക്കാതിരിക്കാൻ തടയും CPM. അതേ ചെയ്യും. CPM-കാരന്റെ കൈകൾ നല്ല കരുത്തുള്ള കൈയാണ്. ആ കൈ കൊണ്ട് തടഞ്ഞാൽ അടിക്കുന്ന എന്റെ കൈക്ക് വേദനിക്കുമെന്ന് ചിന്തിക്കേണ്ടത് അടിതടുക്കുന്ന CPM അല്ല. CPM-നെ അനാവശ്യമായിട്ട് ആക്രമിക്കാനും CPM-ന്റെ മേലെ കുതിര കയറാനും വരുന്നവരാരാണോ അവരാണ് അങ്ങനെ ആലോചിക്കേണ്ടത്, മുൻകൂട്ടി ആലോചിക്കേണ്ടത്. അത് നമ്മളെ ഡ്യൂട്ടി അല്ല. സതീശൻ വന്നിട്ട് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ പറ്റി ഇപ്പോ ആർക്കും ഒരു വിലയില്ല. ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ വേസ്റ്റുകളായിട്ട് സ്വയം അധപതിക്കുകയാണ് ഇവരെല്ലാം. സതീശനോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. പ്രശാന്ത് കുമാറിനെ പോലുള്ള ഒരു മനുഷ്യനെ, ഒരു സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിന്റെ ഉടമയെന്ന് കാലം തെളിയിച്ചിട്ടുള്ള ഒരു ലക്ഷണമൊത്ത കോൺഗ്രസ് സംസ്കാരം, പഴയത്, ഇപ്പോഴത്തെ സംസ്കാരമല്ല. അങ്ങനെ ഒരു ആളെ, പൊതുപ്രവർത്തകനെ, അതുപോലെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരെ എന്തിന്റെ പേരിലായാലും വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. തടി വേണോ, പിന്നെന്താ, ജീവൻ വേണോ, ശൂലം ഏത് ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് എത്രാം തീയതി? നവംബർ 16. അന്ന് തലേ ദിവസം തന്നെ ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് മാർഗവും സ്വീകരിക്കാം. നിങ്ങൾക്ക് സഹായത്തിനും നേതൃത്വത്തിനും സംരക്ഷണത്തിനും ഞാനിവിടെ ഉണ്ടാകും. ആരാ പറയുന്നത്? അത് വൈറലായി പ്രചരിച്ചതല്ലേ. അങ്ങനെയെല്ലാം പറയുമ്പോ ഈ മഹത്തായ പാരമ്പര്യവും പ്രബുദ്ധതയുമെല്ലാം ഉള്ള ഈ കോഴിക്കോടിനെ ഇവിടെ വന്ന് ഈ കോഴിക്കോടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും ഈ കോഴിക്കോട്ടെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ കാലത്തും നെഞ്ചോട് ചേർത്ത് പിടിച്ച അതിമഹത്തായ പൗരബോധത്തെയും വെല്ലുവിളിച്ച് കൊഞ്ഞനം കുത്തുമ്പോ ഇവിടത്തെ ജനങ്ങൾ അയ്യോ ഇതിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുമെന്നാണോ കരുതിയത്? ഇപ്പൊ ഈ ആക്രോശവും കൊലവിളിയും നടത്തിയ അദ്ദേഹം എവിടെ? ഞങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത്? കള്ളവോട്ട്. ഈ കോൺഗ്രസിനൊരു സ്വഭാവമുണ്ട്, അവര് ജയിച്ചാൽ നല്ല വോട്ട്, അത് ഒന്നാം തരം നല്ല പാവന്മാർക്ക് വോട്ട്. CPM ജയിച്ചാലോ, അതിവിടെ മാത്രമല്ല, ഇവിടെ ജയിച്ചാലും എല്ലാം കള്ളവോട്ട്. അതെന്ത് ന്യായം? അത് ഇവിടെ കള്ളവോട്ട് എന്ന് പറയുന്നു. ആകെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാ ചെയ്തിട്ടുള്ളത്? 7000 വോട്ട്. അല്ല, അത്രയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. 6000-ൽ പരം വോട്ടാണ് ചെയ്തത്. ഇപ്രാവശ്യം കുറച്ച് വാശിയൊക്കെ ഉണ്ട്. CPM-നും കുറച്ച് വോട്ടുണ്ടെന്നേ. CPM-ന് കഴിഞ്ഞ ഒറ്റക്ക് കഴിഞ്ഞതല്ല, അതിന് മുമ്പത്തെ മത്സരിച്ചപ്പോ നമുക്ക് എത്ര വോട്ട് കിട്ടി? 4000-ഓളം വോട്ട് CPM-ന് തനിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടപ്പോ കുറച്ച് കൊല്ലം മുമ്പ് ഈ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ CPIM 11 ആളെ, എത്രയാള് അന്നത്തെ നിയമാനുസൃതമായ ആളുകളെ എണ്ണം നിർത്തിയിട്ട് ഒരു പാനലായി CPM മത്സരിച്ചു. ഞങ്ങൾ ജയിച്ചിട്ടില്ല. പക്ഷെ 4000 വോട്ട് CPM-ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അത്രയും വോട്ടെങ്കിലും CPM-നുണ്ടല്ലോ. പിന്നീട് ലോൺ എടുത്തിട്ടും മെമ്പർമാരായതും എല്ലാം പോട്ടെ. ആ 4000-ൽ അന്നത്തേതില് കുറച്ച് 5-10 ആള് മരിച്ചുപോയോ ഒക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അതിൽ എത്രയോ കൂടിയിട്ടില്ലേ?
അന്ന് ഞങ്ങൾക്കെതിരായി കള്ളവോട്ടാണെന്നുള്ള ആക്ഷേപമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പാവങ്ങൾ തോറ്റപ്പോ. ഇപ്പൊ കോൺഗ്രസിൽ ഭിന്നതയും വന്നു. വലിയ അളവിൽ പ്രശാന്ത് കുമാറിനോടും അദ്ദേഹത്തോടൊപ്പമുള്ളവരോടും കോൺഗ്രസുകാരായ അംഗങ്ങൾ തന്നെ ചേർന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോ ഇങ്ങനെയൊക്കെ വന്നപ്പോ എന്നാ പിന്നെ CPM-ന്റെ ആളുകൾ അവിടെ തീരുമാനിച്ചു. അതിൽ CPM-ന്റെ വലിയ പ്രാമാണികരായ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഓരോന്നും മത്സരിക്കാനൊന്നും പോയിട്ടില്ല. പാർട്ടി അങ്ങനെ ഇല്ല. പ്രശാന്ത് കുമാറിനോടും അദ്ദേഹത്തിന്റെ നിലപാടിന്റെ ശരിമയോടും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ നഗരത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട 4 3 മറ്റോ 4 ആ പാനൽ ഉണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് ശരിയായ നിലപാടെടുത്തതിന്റെ പേരിൽ ഒരു ബാങ്കിനെ, സഹകരണ സ്ഥാപനത്തെ എത്രമാത്രം ജനപക്ഷ നിലപാടുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് എങ്ങനെയെല്ലാം മാതൃകാപരമായിട്ടാണോ പ്രവർത്തിക്കേണ്ടത്, അത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു ഭരണസമിതി നേതൃത്വം ആ നിലയിൽ കൊണ്ടുപോകുമ്പോൾ വഴിവിട്ട് അഴിമതിയിലേക്കും കെടുകാര്യസ്ഥതയിലേക്കും അതിനെ തള്ളിവിടാനും തകർക്കാനും കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അവരെ പുറത്താക്കിയാൽ CPM എന്താ ചെയ്യേണ്ടത്? അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ചുമതലയാണ്. എന്നിട്ട് ഇപ്പോ ആക്രോശം CPM-ന് നേരെ. കള്ളവോട്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ എല്ലാം 23 ബൂത്താണുള്ളത്. ഇല്ല, 23 ബൂത്ത്. നമ്മളൊന്നും ബൈക്ക് പോയ ആളല്ല, നിങ്ങൾ പിന്നെ പറയുന്നത് കേട്ടതാണ്. 23 ബൂത്ത് ഒരുക്കിയിരുന്നു. ആ 23 ബൂത്തിലും കാലത്ത് മുതൽ പോളിംഗ് അവസാനിക്കുന്നത് വരെ, ബാലറ്റ് പെട്ടി അവിടുന്ന് എണ്ണി തീർന്ന് അത് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് വരെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ബൂത്ത് ഏജന്റുമാരുണ്ടായിരുന്നില്ലേ? ഇല്ലേ? വോട്ട് ചെയ്യാൻ പോയി ഇതിലാരമുണ്ടോ? ഏജന്റുമാരുണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും ഇങ്ങനെ ഒരു പരാതി, ഒരു 5 10 പരാതി കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ ബൂത്തില്? പോലീസിനെ കുറ്റപ്പെടുത്തുന്നു. പോലീസ് എന്തായത്? പോലീസ് ഉണ്ടായിരുന്നില്ല എന്ന് കോടതിയുടെ കൂടി നിർദ്ദേശമുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയ സാധാരണ ഒരു 50 പോലീസാ ഒരു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് കൂടിയാൽ ഉണ്ടാകുക. ഇവിടെയൊക്കെ എത്ര ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു? 50-ൽ താഴെ പോലീസാ ഉണ്ടാകുക. ഇപ്പൊ ഇവിടെ 250-ലധികം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. മറ്റൊരിടത്തും ചെയ്യാത്ത വിധത്തിൽ ഒരു അഡീഷണൽ SP-യുടെ മേൽനോട്ടവും സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. ഒരു അഡീഷണൽ SP, അസിസ്റ്റന്റ് കമ്മീഷണർമാരായിട്ടുള്ള ACP-മാരായിട്ടുള്ള 6 പേർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 13 സർക്കിൾ സെക്രട്ടറിമാർ വിരലുണ്ടായിരുന്നു അവിടെ. 23 ബൂത്തിനകത്ത്, ഓരോ ബൂത്തിനകത്തും 2 പോലീസ് ബൂത്തിനുള്ളിൽ. വോട്ട് ചെയ്യാൻ പോയവർ കണ്ടിട്ടുണ്ടാവും. ഞാൻ പിന്നീട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതാണ് ഈ ആക്ഷേപമൊക്കെ ഇവരിങ്ങനെ ഉന്നയിക്കുമ്പോ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അന്വേഷിച്ചപ്പോ ബൂത്തിനകത്ത് തന്നെ 2 പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇല്ലേ? ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയവരുണ്ടാവുമല്ലോ. അതിലൊരു വനിതാ പോലീസും ഒരു പുരുഷ പോലീസും. 3 ബൂത്തിന് ഒരു പ്രത്യേക ചുമതല. എല്ലാം മേൽനോട്ടത്തിന് SI റാങ്കിലുള്ള ഓരോ ഉദ്യോഗസ്ഥൻ. എവിടെ ഇതിലപ്പുറം എവിടെ നിങ്ങളെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? അവിടെ 6 ക്യാമറകൾ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 6 ക്യാമറകൾ. എവിടെ തിരിഞ്ഞാലും അത് ക്യാമറകൾ ഒപ്പിയെടുക്കും. എന്ത് മോശമായ കാര്യങ്ങൾ നടന്നാലും ഞങ്ങൾ ഈ നാടിനെ സാക്ഷി നിർത്തി ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ക്യാമറയിൽ അവിടെ CPM-കാരോ ഏതെങ്കിലും കള്ളവോട്ട് ചെയ്തിട്ട് ബൂത്തിനകത്ത് പുറത്ത് അങ്ങാടി പലയിടത്ത് എന്തെങ്കിലും ഒന്നും തള്ളും നടന്നിട്ടുണ്ടാകും. അത് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്താ തെളിവ്? അവിടെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ടോ? മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അവർ ഏതെങ്കിലും ക്യാമറയിൽ വടിയോ കുന്തമോ ആയുധങ്ങളോ ആയിട്ട് CPM-കാരൻ വന്നതിന്റെ ഏതെങ്കിലും ഒരു ആളെ ചിത്രം കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ CPM-ന്റെ ആളുകൾ അവിടെ വന്നു. ഞങ്ങളുടെ 4000-ലധികം വോട്ടർമാര് വോട്ട് ചെയ്യാൻ വരുന്നിടത്ത് അവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക, അവരെ സഹായിക്കാൻ നഗരത്തിലെ പാർട്ടിയുടെ പ്രവർത്തകന്മാര് ചിലപ്പോ ഉണ്ടാകും. ഇനി അതാണ് കുറ്റമെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, പാർലമെന്റ് മെമ്പർക്ക് അവിടെ എന്താ കാര്യം? പൂച്ചക്ക് എന്താണോ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പാർലമെന്റ് മെമ്പറായ MK രാഘവൻ അവിടെ എന്ത് കാര്യം? KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് അവിടെ എന്ത് കാര്യം? കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരാകെ അവിടെ എന്തൊരു തമ്പടിച്ചു? ഞങ്ങൾ ആക്ഷേപിക്കുന്നത് അക്രമത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സുധാകരൻ നടത്തിയ ആഹ്വാനം ശിരസാവഹിച്ച് അത് പ്രാവർത്തികമാക്കാൻ ആളെ കൂട്ടി വന്നതാണ് ശ്രീ MK രാഘവൻ. അങ്ങനെ ഒരു പാർലമെന്റ് അംഗം തരം താഴാൻ പാടുണ്ടോ? എന്താ ഉദ്ദേശം എന്നറിയാം. ഇതിന്റെ അപ്പുറത്തൊരു ഉദ്ദേശമുണ്ട് MK രാഘവനും കോൺഗ്രസ് നേതൃത്വത്തിനും. അത് മനസ്സിലാവില്ല എന്ന് ധരിക്കണ്ട. 16-ാം തീയതിയാണ് ഇവിടത്തെ ബാങ്കിന്റെ വോട്ടെടുപ്പ്. പാലക്കാട് പോളിംഗ് എപ്പോഴാ? 20-ാം തീയതി. പാലക്കാട് പോളിംഗ് 3 ദിവസം കഴിഞ്ഞ് 20-ാം തീയതിയാണ് നടക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കി, എന്നിട്ട് ഒരഭിനയിക്കുക. ഏത്? പാർലമെന്റ് മെമ്പർ ഇതാ അവശനായി, ഏത് മറ്റേയാൾക്ക് ഉന്തും തള്ളും, പോലീസിന്റെ ലാത്തിച്ചാർജ്, ഇങ്ങനെയെല്ലാം വലിയ ബഹളം ഉണ്ടാക്കി വൈകുന്നേരം ഈ മാധ്യമങ്ങളെയും കൂടി ഉപയോഗിച്ച് വലിയ കോലാഹലമുണ്ടാക്കി. 2 ദിവസം വലിയ കോലാഹലം ഉണ്ടാക്കി ഒന്ന് ചിത്രം മാറ്റാം എന്നാണ് കരുതിയത്. പോലീസിനെ എന്തിനാ പുറത്ത് പോലീസ് ഇടപെട്ട? എന്തിനാ? സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. കോൺഗ്രസുകാർ കള്ളവോട്ടുമായി വന്നു. കണ്ടപ്പോ ചിലർ പറഞ്ഞിട്ടുണ്ടാകും, ഇയാൾക്ക് ഇവിടെ വോട്ടില്ലാത്തവർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ശരി, അതിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വർത്താനം ഉണ്ടായിട്ടുണ്ടാവും. പോലീസിൽ ആത്തിവീശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. 2 കൂട്ടരെയും അകറ്റാനും അതുപോലെ സ്ഥലത്തു നിന്ന് മാറ്റാനൊക്കെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആളേക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. CPM-ന്റെ ആർക്കോ പരിക്ക് പറ്റിയിട്ടുണ്ട്. 1-2 പേർ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനെയെല്ലാം വക്രീകരിച്ച് കോലാഹലമുണ്ടാക്കി. എന്നിട്ട് ഇപ്പോ എന്താ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേരെടുത്തു പറഞ്ഞ് മൂക്കുചെത്തും അല്ലേ? മൂക്കുചെത്തും. പിന്നെ വീട്ടിൽ കിടന്നുറങ്ങില്ല. ആര്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചിലരുടെ പേര് പറഞ്ഞിട്ട് അവർ വീട്ടിൽ കിടന്നുറങ്ങില്ല. മാത്രമല്ല, അവരുടെ ഭാര്യമാർ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എതിലൂടെയെല്ലാമാണ് നടന്നു പോകുന്നത്, യാത്ര ചെയ്യുന്നത്, എവിടെ നിന്നാണ് സാധനം വീട്ടിലേക്ക് വാങ്ങാൻ, ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങാൻ വീട്ടമ്മമാർ അവരാണല്ലോ പോവുക, സ്ത്രീകള്. കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇതൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥമെന്താ? കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം അതിന്റെ അർത്ഥം എന്താണെന്ന്. ഒരു കോൺഗ്രസിന്റെ നേതാവ് ഈ DCC KPCC എന്നൊക്കെ പറയുന്നതിന് 119 ഭാരവാഹികൾ ഉണ്ടാവും ഓരോന്നിനും. 69 വൈസ് പ്രസിഡന്റുമാർ, 171 സെക്രട്ടറിമാർ, 98 ഖജാൻജിമാർ. ഇങ്ങനെയാണ് കോൺഗ്രസ്. ആയിക്കോട്ടെ, അത് അവരെ കാര്യം. പക്ഷെ ഇത് ഏതാ എങ്ങനെയാ നിലവാരം എന്ന് പറയാനാവോ? ഏതോ ഒരു ചങ്ങാതി എവിടെയോ എന്താന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പേരെന്ന് അറിഞ്ഞൂടാ, എനിക്കത്ര ഇല്ല. CPM-ന്റെ നേതാവ് മെഹബൂബും നിഖിലും ഇങ്ങനെ തുടങ്ങിയിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ ഉള്ളവരുടെ പേര് നഗരത്തിൽ ദാമോദരൻ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തി പോരും.
ഞാൻ പറയാം, വെറുതെ CPM-ന്റെ പിന്നാലെ നടന്നിട്ട് തോണ്ടരുത്. മനസ്സിലായില്ലേ? CPM-ന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ കൂടുതൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ CPM തിരിഞ്ഞു നിന്നിട്ടൊന്ന് കണ്ണുരുട്ടിയാൽ താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് മതി ഈ പിന്നാലെ നടന്ന് തോണ്ടൽ. ഞാൻ അധികം പറയുന്നില്ല. ഞങ്ങൾ ആരമേലിയും കുതിര കയറാൻ പോവില്ല. ആരെയും കണ്ണുരുട്ടാൻ CPM-ന്റെ പ്രവർത്തകന്മാരില്ല. ആരെയും കയ്യേറ്റം ചെയ്യാനും ഞങ്ങളില്ല. നിങ്ങൾ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും അത് സുധാകരനല്ല, സതീശനല്ല, ആര് വന്നിട്ട് പ്രകോപനം ഉണ്ടാക്കിയാലും ഞങ്ങളൊന്നും ചെയ്യില്ല. പക്ഷേ ഞങ്ങളെ ഇങ്ങോട്ട് വന്നിട്ട് തോണ്ടി കയ്യേറ്റം ചെയ്താൽ ഞങ്ങൾ പ്രതിരോധിക്കും, തടയും. കാരണം തലക്ക് കൊള്ളാതിരിക്കാൻ, കഴുത്തിനും നെഞ്ചത്തും അടിയേൽക്കാതിരിക്കാൻ തടയും CPM. അതേ ചെയ്യും. ആരെയും ഒന്നും ചെയ്യരുത്, ആരെയും വേദനിപ്പിക്കില്ല. ഇതുപോലൊരു സംഭവത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഇതേ വാചകം ഉപയോഗിച്ചു. അത് നമ്മൾ ആരും അങ്ങോട്ട് ഒന്നും ആ പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാടാണ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഇത് പറഞ്ഞപ്പോ ഒരു മരംവെട്ടുകാരനായ ഒരു തൊഴിലാളി, മലയോരത്താണ്, കാവിലുംപാറ അങ്ങോട്ട്, അയാള് ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു പാർട്ടി അനുഭാവിയാണ്, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരി, എന്നെ ഒരു കോൺഗ്രസ്സുകാരനോ ആയിട്ട് വന്ന് ഇങ്ങോട്ട് അടിച്ചുവിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ച് ഞാൻ എന്റെ ഈ നല്ല ശേഷിയുള്ള തഴമ്പുള്ള ഈ കൈ കൊണ്ട് ഒന്ന് തടഞ്ഞു ശരീരത്ത് കൊള്ളാതിരിക്കാൻ. അപ്പൊ ഓന്റെ കൈ വേദനയാവൂല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ പൊരുത്തപ്പെടുക? രാഘവട്ട അങ്ങനെ ഒരു ചോദ്യം എന്നോട്. ഞാൻ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. CPM-കാരൻ ആരെയും ആക്രമിക്കില്ല, ആരെ നേരെയും കണ്ണുരുട്ടില്ല, ആരെ നേരെയും കുതിര കയറാൻ CPM ഇല്ല. ഇങ്ങോട്ട് വന്നിട്ട് പിന്നാലെ വന്ന് ചൊറിഞ്ഞ് മാന്തിയിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ തടയും. അങ്ങനെ തടയുമ്പോ CPM-കാരന്റെ കൈകൾ നല്ല കരുത്തുള്ള കൈയാണ്. ആ കൈ കൊണ്ട് തടഞ്ഞാൽ അടിക്കുന്ന എന്റെ കൈക്ക് വേദനിക്കുമെന്ന് ചിന്തിക്കേണ്ടത് അടിതടുക്കുന്ന CPM അല്ല. CPM-നെ അനാവശ്യമായിട്ട് ആക്രമിക്കാനും CPM-ന്റെ മേലെ കുതിര കയറാനും വരുന്നവരാരാണോ അവരാണ് അങ്ങനെ ആലോചിക്കേണ്ടത്, മുൻകൂട്ടി ആലോചിക്കേണ്ടത്. അത് നമ്മളെ ഡ്യൂട്ടി അല്ല. മലയാളം മനസ്സിലായല്ലോ? അതുകൊണ്ട് CPM-നെ വെല്ലുവിളിക്കാനോ CPM-നെ ആക്രമിക്കാനോ ആരും തയ്യാറായി മുന്നോട്ട് വരണ്ട. പിന്നെ ഉദ്യോഗസ്ഥന്മാർ 250 പോലീസിനെ വിന്യസിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെ എന്താ ACP, അദ്ദേഹത്തിന്റെ പേരെന്താ, ഉമേഷ്, അദ്ദേഹത്തിന് അങ്ങനെയാക്കോ ഇങ്ങനെയാക്കോ, എല്ലാവരും മൂക്കുണ്ടാവില്ല, മൂക്ക് ചെത്തും. ഇതാണ് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യും. ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങളിതെല്ലാം അകലെ നിന്ന് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നവരായിരിക്കും എന്ന് കരുതരുത്. ഇവിടെ ആരെങ്കിലും സുധാകരനെ പോലുള്ള ആളുകൾ വന്നിട്ട് ആക്രോശം നടത്തിയിട്ട് തിരിവ് ഗുണ്ടയെപ്പോലെ പെരുമാറി മുമ്പോട്ട് വന്നാൽ അത് കേട്ടിട്ട് കുറച്ച് കോൺഗ്രസിന്റെ കുഞ്ഞാടുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയോ നീതിപൂർവമായി ന്യായയുക്തമായി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഡ്യൂട്ടി നിർവഹിച്ചവരെ കൈകാര്യം ചെയ്യും. വീട്ടിൽ കടന്നുറങ്ങാൻ അനുവദിക്കില്ല, അവർക്ക് വഴി നടക്കാൻ കഴിയില്ല, അവരുടെ ഭാര്യമാരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, കുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കില്ല, വഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കാൻ CPM ഉണ്ടാകും എന്ന പരസ്യമായ പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ വരട്ടാനൊന്നും ആരും വരണ്ട. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പിന്നാലെ നടന്ന് തോണ്ടിയിട്ട് ഞങ്ങൾ തിരിഞ്ഞു നിന്ന് കണ്ണുരുട്ടിയാൽ അത് താങ്ങാനുള്ള ശേഷിയുള്ളവരെ ഈ ആക്രോശമായിട്ട് വരണ്ടു. സതീശൻ വന്നിട്ട് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ പറ്റി ഇപ്പോ ആർക്കും ഒരു വിലയില്ല. ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ വേസ്റ്റുകളായിട്ട് സ്വയം അധപതിക്കുകയാണ് ഇവരെല്ലാം.
എന്താ പറഞ്ഞത്? ആർക്കു വേണ്ടിയാ പറഞ്ഞത്? ഒരു ചേവായൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് മത്സരിച്ചു, അവരുടെ അക്രമവും ഇതൊന്നും നടന്നില്ല. ചേവായൂർ ബാങ്കിൽ നിയമാനുസൃതമായിട്ട് അവിടുത്തെ മെമ്പർമാർ അവർക്ക് ഇഷ്ടമുള്ളവരെ, അവർക്കത് കൊണ്ടു നടക്കാൻ നല്ലവരാണെന്ന് തോന്നുന്നവരെ അവർ തെരഞ്ഞെടുത്തു. ഇതല്ലേ സംഭവിച്ചത്, അല്ലാതെ വേറെന്താ സംഭവിച്ചത്? അപ്പൊ എന്താ പറയുന്നത്? കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, സഹകരണ പ്രസ്ഥാനം മുഴുവൻ, സ്ഥാപനങ്ങൾ മുഴുവൻ മാലപ്പടക്കം പോലെ പൊട്ടിക്കും. പറയുന്നതിന് മലയാള ഭാഷയിൽ നിഘണ്ടുവിൽ കുറെ വാക്കുകളുണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലായിട്ടുണ്ടോ? സതീശനോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ നിൽക്കാവൂ. ഇതൊന്നും സതീശന്റെ കൊക്കിലൊതുങ്ങുന്നതല്ല. കേന്ദ്രത്തിൽ ഈ സഹകരണ നിയമം വകുപ്പ് എന്ന് പറയുന്നത് അത് സഹകരണം സംസ്ഥാന വിഷയമാണ്. സംസ്ഥാന ഗവൺമെന്റുകളാണ് അതിനാവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമനിർമ്മാണങ്ങൾ സൃഷ്ടിക്കുന്നത്, ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുമെല്ലാം ഓരോ സംസ്ഥാനത്തും സംസ്ഥാന സർക്കാരുകളാണ് നിയമം പാസാക്കുന്നത്, സംസ്ഥാന നിയമസഭകളാണ്. സമീപകാലത്ത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായ നീക്കം തുടങ്ങി. അതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് തന്നെ പ്രത്യേക ചുമതല കൊടുത്ത് ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൊല്ലങ്ങളായി ആ അമിത്ഷായും നരേന്ദ്രമോദിയും ഇറങ്ങി പുറപ്പെട്ടിട്ട് അവർക്ക് നടത്താൻ കഴിയാത്തത് ഈ കേരളത്തിന്റെ ഒരു മൂലയിൽ നിന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിക്കളിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്താ വി.ഡി. സതീശൻ ഒരു കേരളീയ അമിത്ഷായായി മാറാനുള്ള പരിശ്രമമാണോ? സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് സതീശൻ നടത്തുന്നത് എന്ന് ന്യായമായും പറയേണ്ടി വരും. അതാണ് വസ്തുത. ഇവിടെ ഒരു ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. അപ്പൊ കേരളത്തിൽ എല്ലാ സഹകരണ ബാങ്കുകളെയും നിക്ഷേപം ഞങ്ങൾ പിൻവലിക്കുമോ? ഇദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിലല്ലേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുന്നു, കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവൂ. കോഴിക്കോട് ജില്ലയുടെ അനുഭവം വി.ഡി. സതീശൻ പരിശോധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിശ്വാസ്യതയില്ലാത്തതിന്റെ പേരിൽ നിക്ഷേപം പിൻവലിച്ച് ഇടതുപക്ഷത്തിന്റെ ഭരണമുള്ളിടത്തും മറ്റ് ദേശാൽകൃത ബാങ്കുകളിലേക്ക് നിക്ഷേപം മാറ്റുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് വസ്തുത. വെറുതെ പ്രകോപനമുണ്ടാക്കി ഇവരുടെ ഉദ്ദേശം നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് അവർ പ്രഖ്യാപിച്ചു, ശരി നടത്തട്ടെ. തലേ ദിവസം 3-ാം തീയതിയാണ്, തലേ ദിവസം കോൺഗ്രസ് നേതൃത്വം ഒരു സർക്കുലർ ഇറക്കി. എന്താ ആ സർക്കുലറിൽ ആദ്യത്തെ വാചകം തന്നെ കമ്മ്യൂണിസ്റ്റ് തമ്മാടി കൂട്ടത്തിന്റെ ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട വലിയ ഒരു നേതൃത്വം ഒരു സർക്കുലർ ഇറക്കുന്നു. CPM അത് കേരള സംസ്ഥാന നേതൃത്വമാവട്ടെ ജില്ലാ നേതൃത്വമാവട്ടെ ആഴ്ചക്കാഴ്ചക്ക് സർക്കുലർ താഴോട്ട് കൊടുക്കാറുണ്ട് അല്ലേ? പലതും നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങളെല്ലാം. ഇന്നോളം രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരെ തമ്മാടിക്കൂട്ടം അതുപോലെ ആക്ഷേപസ്വരത്തിൽ ഒരു പാർട്ടിക്കകത്ത് ഏതെങ്കിലും പാർട്ടി അനുഭാവിയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ എവിടെയെങ്കിലും കള്ളുകുടിച്ചിട്ട് എന്തോ തമ്മാടി എന്നൊക്കെ പറയും. അതെവിടെയെങ്കിലും ചിലപ്പോ നമ്മൾ അത് അപൂർവം ചിലപ്പോ നാട്ടും എവിടെയെങ്കിലും തെരുവോരത്തൊക്കെ കണ്ടെന്നിരിക്കും.
ഒരു ഉത്തരവാദപ്പെട്ട നേതൃത്വം തമ്മാടിക്കൂട്ടം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് അപ്പൊ നേതൃത്വം തന്നെ ഏത് ആക്രമത്തിന് സംഘടനക്കകത്തുകൂടി തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഇവരെ സർക്കുലറിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ആദ്യം കോൺഗ്രസിന്റെ താഴോട്ട് ഒക്കെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, DCC മെമ്പർമാർ, KPCC മെമ്പർമാർ ഇവർക്കെല്ലാമാണ് എന്ന് പറഞ്ഞിട്ടാണ് അയക്കുക. ഒരു കിട്ടുന്നതിന് മുമ്പേ നമ്മളെ എത്തിച്ചേരും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ. അത്ര കെട്ടുറപ്പുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഞാനത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നാളെ കിട്ടുന്ന ഇല്ലാതായി പോകുന്നതിന് വിവരം പെട്ടെന്ന് നമുക്ക് കിട്ടണമല്ലോ. മാത്രമല്ല അക്രമത്തിന് പ്രോത്സാഹനം നൽകുകയാണ്. കമ്മീഷൻ ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തിയാൽ അവിടെയല്ലേ മാർച്ച്, അവിടുന്ന് ഒരു കൂട്ടർ ചില നേതാക്കന്മാരുൾപ്പെടെ കുറെ ആളുകളെ സംഘടിപ്പിച്ച് ഒരു അക്രമത്തിന് വേറെ പുതിയറ അപ്പുറത്തുള്ള കമ്മീഷൻ ഓഫീസും പുതിയറ സഹകരണ ഭവനും തമ്മിൽ എത്ര അകലമുണ്ട് അറിയാവുന്നവരൂടെ ഇരിക്കുന്നുണ്ടല്ലോ. അവിടത്തേക്ക് പോയിട്ട് ഇടിച്ചു കയറി അതിക്രമിച്ച് കയറിയിട്ട് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലും, ശരിപ്പെടുത്തും, കൊലവിളിക്കും. മാർച്ച് സമാധാനപരമായി അക്രമം ഉണ്ടാവരുത് എന്നാ പറഞ്ഞത്. മുൻകൂട്ടി അക്രമത്തിന് ആഹ്വാനം ഏർപ്പാട് എന്നിട്ട് അക്രമം പാടില്ല എന്നൊരു സർക്കുലർ തലേദിവസം. അക്രമം പാടില്ല, സമാധാനപരമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. രാഘവട്ട, ഇതാണ് കോൺഗ്രസ്. അപ്പൊ ബോധപൂർവം ഇവിടെ സുധാകരൻ തന്നെ വന്ന് അക്രമത്തിനും കോഴിക്കോട് കേന്ദ്രമായി ഒരു രാഷ്ട്രീയ കലാപത്തിന് എല്ലാവിധത്തിലും ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. അത് ചേവായൂർ ബാങ്കിന്റെ ഭരണം പിടിക്കാനല്ല, കേരള രാഷ്ട്രീയത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് നിരാശ കൊണ്ട കോൺഗ്രസ് നേതൃത്വം എടുത്തുകൂട്ടിയ പണിയാണിത്. അതുകൊണ്ടാണ് സുധാകരൻ നേരിട്ട് വന്നത്. അതുകൊണ്ടാണ് VD സതീശൻ നേരിട്ട് വന്നത്. സുധാകരന്റെ ഈ കൊലവിളിയും ആക്രോശവും ശിരസാവഹിച്ചുകൊണ്ട് ആളെക്കൂട്ടി രാഘവൻ വന്നിട്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിട്ട് വന്ന് ആ കുഴപ്പമുണ്ടാക്കാനുള്ള ഇതിൽ പങ്കാളിയായത്, പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ഇതിന്റെ ഭാഗമാണ്. MP ഇതെല്ലാം ഈ നാട് ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്ക് ചെത്താൻ നിയമപരമായി നിയമവിധേയമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരെ ആക്രമവും കൊലവിളിയുമായി വന്നാൽ അവരെ സംരക്ഷിക്കാൻ CPM-ഉം ഈ കേരളത്തിലെ ജനതയും ഏതറ്റം വരെയും പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പറയാനാണ് ഇക്കാര്യങ്ങളെല്ലാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, പിന്നാലെ മറ്റു സഖാക്കളും സംസാരിക്കാറുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റു ചിലയിടത്തും ഇതുപോലെ വിശദീകരണം നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.